ലോജിസ്റ്റിക്സ് മേഖലയിലടക്കം അഭ്യസ്തവിദ്യരായ നൂറുകണക്കിന് യുവജനങ്ങൾക്ക് തൊഴിലവസരം സൃഷ്ടിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് 400 മീറ്റർ ബെർത്ത് ഇക്കൊല്ലം പൂർത്തിയാക്കും. നിലവിലെ 800 മീറ്റർ ബെർത്ത് ഒറ്റഘട്ടമായി 2000 മീറ്റർ ആക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. അതിന് 2028 ഡിസംബർ വരെ സാവകാശം വേണമായിരുന്നു. എന്നാൽ കപ്പലുകൾ കൂട്ടത്തോടെ വിഴിഞ്ഞം തേടി വന്നു തുടങ്ങിയതോടെ 400 മീറ്റർ ബെർത്ത് ഇക്കൊല്ലം അവസാനത്തോടെ പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധപ്രതിസന്ധി മൂർച്ഛിച്ചതോടെ നടുക്കടലിൽ കുടുങ്ങിപ്പോയ 100-ലേറെ കപ്പലുകൾ വിഴിഞ്ഞത്തടുക്കാൻ അനുമതി തേടിയെന്ന് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരുന്നു. MSC ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകളാണ് പതിവായി വിഴിഞ്ഞത്ത് അടുക്കുന്നത്. ഇതിനിടയിലാണ് യുദ്ധപ്രതിസന്ധി കാരണം 8 കമ്പനികളുടെ കപ്പലുകൾ വിഴിഞ്ഞത്തടുക്കാൻ അനുമതി തേടിയത്. ഇതോടെയാണ് തുടർ വികസനം 3 ഘട്ടങ്ങളായി പൂർത്തിയാക്കാൻ അദാനി തീരുമാനിച്ചത്. രണ്ടാം ഘട്ടം 2027 അവസാനത്തോടെയും മൂന്നാം ഘട്ടം 2028 ഡിസംബറിലും കമ്മീഷൻ ചെയ്യും. ബെർത്ത് 2000 മീറ്റർ ആവുകയും പുലിമുട്ട് 4 കിലോമീറ്റർ ആക്കുകയും ചെയ്യുന്നതോടെ കാർഗോ നീക്കത്തിന്റെ വേഗം കൂടും. കണ്ടെയ്നറുകൾ ഇറക്കാൻ 100 ക്രെയിനുകൾ ഉണ്ടാവും. യാർഡിൽ 1,00,000 കണ്ടെയ്നറുകൾ സൂക്ഷിക്കാനാവും. നിലവിൽ ഇത് 35,000 ആണ്. ബെർത്ത് 2000 മീറ്റർ ആവുന്നതോടെ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കണ്ടെയ്നർ ബെർത്തും വിഴിഞ്ഞത്താവും. പുലിമുട്ടിന്റെ നിർമ്മാണം 500 മീറ്ററേ ശേഷിക്കുന്നുള്ളൂ. ബെർത്ത് 400 മീറ്റർ കൂടി പൂർത്തിയാവുന്നതോടെ 2 മദർഷിപ്പുകൾക്കോ 3 ഫീഡർ കപ്പലുകൾക്കോ ഒരേ സമയം നങ്കൂരമിടാനാവും. നിലവിൽ ഒരു മദർഷിപ്പിനും ഒരു ഫീഡർ കപ്പലിനും അല്ലെങ്കിൽ 3 ഫീഡർ കപ്പലുകൾക്കുമാണ് അടുക്കാനാവുക. സാങ്കേതിക പരിജ്ഞാനമുള്ള കൂടുതൽ പേർക്ക് തുറമുഖത്ത് ജോലി ലഭിക്കും. കണ്ടെയ്നറുകൾ വൻതോതിലെത്തുമ്പോൾ ലോജിസ്റ്റിക്സ്, വെയർഹൌസിംഗ് മേഖലകളിലടക്കം തൊഴിലവസരം വർദ്ധിക്കും. ക്രൂയിസ് കപ്പലുകളും എത്തുന്നതോടെ ടൂറിസം മേഖലയിലും വികസനമുണ്ടാവും. 3000 സഞ്ചാരികൾ ഒരുമിച്ചെത്തി നഗരത്തിൽ ഷോപ്പിംഗ്, വിനോദ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നാട്ടിൽ പണലഭ്യത വർദ്ധിക്കും. 107 രാജ്യങ്ങളിലെ തുറമുഖങ്ങളുമായി നേരിട്ട് സർവീസ് ഉള്ളതിനാൽ വിദേശത്തു നിന്ന് അസംസ്കൃത വസ്തുക്കൾ എത്തിച്ച ഉൽപാദനത്തിനും അസംബിളിങ്ങിനും അതിലൂടെ കയറ്റുമതിക്കുമാകും. വൻതോതിൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടും. ലോജിസ്റ്റിക് പാർക്കുകൾ വരുന്നതോടെ ലോജിസ്റ്റിക്, വെയർഹൌസിംഗ്, കോൾഡ് കൂൾ ചെയിനുകൾ, കണ്ടെയ്നർ റിപ്പയറിംഗ് എന്നിങ്ങനെ പല മേഖലകളിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവും. തുടർ വികസനങ്ങൾക്ക് അദാനി മുടക്കുന്നത് 16,000 കോടിയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടെയാണ് പ്രധാന തുറമുഖങ്ങൾ നിശ്ചലമായത്. ഇതോടെയാണ് വിഴിഞ്ഞത്തിന് ആഗോള സമുദ്ര വ്യാപാര ഭൂപടത്തിൽ സുവർണാവസരം ഒരുക്കിയത്. സുരക്ഷിതമായ ചരക്ക് നീക്കം ഉറപ്പാക്കാൻ ലോകത്തെ വമ്പൻ കപ്പൽ കമ്പനികളെല്ലാം ഇപ്പോൾ വിഴിഞ്ഞത്തെയാണ് ആശ്രയിക്കുന്നത്. യുദ്ധഭീതിയെ തുടർന്ന് ദുബായിലെ ജബൽ അലി, അബുദാബിയിലെ ഖലീഫ പോർട്ട്, ദോഹയിലെ ഹമദ് പോർട്ട് തുടങ്ങിയവയുടെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആഗോള ചരക്കു നീക്ക ശൃംഖല തകരാറിലായ ഈ സാഹചര്യത്തിൽ സുരക്ഷിത താവളം തേടുന്ന കയറ്റുമതി ഇറക്കുമതി മേഖലയ്ക്ക് വിഴിഞ്ഞം വലിയ ആശ്വാസമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായാണ് അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര രംഗത്തെ വൻപന്മാർ വിഴിഞ്ഞത്തെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 1 വർഷത്തെ പ്രവർത്തന മികവ് കൊണ്ട് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ വിഴിഞ്ഞം കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന തന്ത്രപ്രധാന പദ്ധതികളുടെ കേന്ദ്രബിന്ദു ആവുകയാണ്. നിലവിൽ പ്രതിമാസം 60 കപ്പലുകളിലായി 1.2 ലക്ഷം കണ്ടെയ്നറുകളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ഇതുവരെ 840 കപ്പലുകളിലായി 18.5 ലക്ഷം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം വഴി കടന്നുപോയി കഴിഞ്ഞു എന്നത് ഈ തുറമുഖത്തിന്റെ വളർച്ചാവേഗത വ്യക്തമാക്കുന്നു. തുറമുഖത്തെ യാർഡിന്റെ സവിശേഷതയേക്കാൾ കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ വിഴിഞ്ഞത്തെത്തുന്നുണ്ട്. 36,000 കണ്ടെയ്നറുകൾ സൂക്ഷിക്കാൻ ശേഷിയുള്ള യാർഡിൽ ഇപ്പോൾ 40,000 കണ്ടെയ്നറുകൾ വരെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ഈ അമിത തിരക്ക് പരിഗണിച്ച് തുറമുഖത്തിന്റെ അടുത്ത ഘട്ട വികസനം പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. യുദ്ധം കാരണമുണ്ടായിരുന്ന പ്രതിസന്ധി മാറാൻ ഇനിയും സമയമേറെ വേണ്ടിവരും. അങ്ങനെ വന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുമതിക്കായി കാത്തുനിൽക്കുന്ന കപ്പലുകളുടെ എണ്ണം ഇനിയും കൂടും. മറ്റു തുറമുഖങ്ങളെ അപേക്ഷിച്ച് കപ്പൽച്ചാലിന് വളരെ അടുത്താണ് വിഴിഞ്ഞം തുറമുഖം എന്നതാണ് ഇവിടെ കാത്തുകിടക്കാൻ കപ്പലുകളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.